ഭൗതിക സുഖങ്ങളെല്ലാം ഇന്ന് സ്വന്തമാക്കാൻ താങ്കളുടെ കയ്യിൽ കാശുണ്ട്, സന്തോഷം. അത് കാശ് കൊടുത്ത ചന്തയിൽ കിട്ടൂല. ബിസിനസ് പാർട്ട് ടൈം അല്ല. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് സ്ലീപ്പ് യുവർ ബിസിനസ്. സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് മാനാണ്, പക്ഷേ സിനിമയിൽ അത് പരാജയപ്പെട്ടോ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അന്ന് രാത്രി ഞാനും ഭാര്യയും കൂടി ഡിസൈഡ് ചെയ്തു, ഇത് വേണ്ട. ഇപ്പം നിങ്ങൾ പറയണില്ല, ടീം ഷെയർസ് മൈ ഡ്രീം. സോറി ബ്രോ, ടീം വോണ്ട് സാലറി ഓൾസോ. അതെ, വെൻ ദേ ഗെറ്റ് ദ സാലറി ഓൺ ടൈം ദേ ഷെയർ യുവർ ഡ്രീം. പൊതുവെ പറയുന്നത് റിസ്ക് എടുത്തവൻ മാത്രമേ വിജയിക്കുള്ളൂ എന്നല്ലേ? റിസ്ക് എടുത്ത എല്ലാവരും വിജയിച്ചിട്ടുണ്ടോ? ഇല്ല. ഐ വിൽ ഇൻവെസ്റ്റ് ഫുൾ എമൗണ്ട് ഇൻ ക്യാപിറ്റൽ ആൻഡ് സ്റ്റാർട്ട് ദ ബിസിനസ്. അപ്പം ഞാൻ ചോദിക്കും, നീ എങ്ങനെ സാലറി? ഐ വിൽ ഡു ബിസിനസ്. സോറി ബ്രദർ. പണം സമ്പാദിക്കുക എന്നുള്ളതാണോ, ആ സമ്പാദിച്ച പണം കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ റിസ്ക്? പുള്ളിയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ച ബിസിനസ്സിൽ. അപ്പോൾ പുള്ളി ആ പൊതി തുറന്ന് സ്വർണം, ഗോൾഡ്. കോൺഫിഡൻറ്റ് എന്നുള്ള പേര് വാഷ്റൂമിൽ ടോയ്ലറ്റിലിരിക്കുമ്പോഴാണ് ഈ പേര് കോയിൻ ചെയ്തത്. അതിൽ ഏറ്റവും പീസ്ഫുൾ സ്ഥലം നമുക്ക്. അതെ, രണ്ടെണ്ണം മേടിച്ച് വെച്ച തരിശു ഭൂമിയിലാണ് ഇന്ന് ബാംഗ്ലൂർ എയർപോർട്ട് കിടക്കുന്നത്. അതെ, 6,000 രൂപ സെന്റിന്. ഇന്ന് എത്ര എന്നൊരു വില? 12 കോടി. ഇറ്റ് ഈസ് 200 ടൈംസ്. C0 മലയാളിയല്ലേ? സെയിൽസ്മാൻ വന്ന് പറഞ്ഞു, നീ ഈ കാർ മേടിക്കോ? ഇറക്കി വിട്ടു. 7 കളറിൽ 7 കാറ്. മൺഡേ 1, ട്യൂസ്ഡേ 1, വെഡ്നെസ്ഡേ 1. ഞാൻ അയച്ച എല്ലാം കാറും മേടിച്ചു. അപ്പം നെക്സ്റ്റ് എന്താണ്, അന്നത്തെ ബ്രാൻഡ് ന്യൂ ഫ്ലൈറ്റാണ് ഞാൻ മേടിച്ചത്, കടമില്ലാതെ, റിയാലിറ്റി ഷോ. അപ്പോൾ ആൻഡ് പറഞ്ഞു സ്റ്റാർ സിംഗർ. അങ്ങനെ ആൻഡ് എന്നോട് 5 ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ചോദിച്ചത്. 40 ലക്ഷം രൂപ ഞാൻ തരാൻ പറ്റും, നിങ്ങൾ പാട്ട് പാടൂ, ഫ്ലാറ്റ് നേടുന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇവനാരാണ്, ഇവന് പാട്ടിന് എന്ത് സംബന്ധം? ഞാൻ കരയില്ല. ഐ വിൽ നോട്ട് ഡു എനിത്തിങ്. ഞാൻ പങ്കുവച്ച് കളിക്കും. ഐ വിൽ ബി വെരി ഹാപ്പി. അങ്ങനെ എന്താണ് ഇനി ബക്കറ്റ് ലിസ്റ്റിലുള്ളത്? ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞു, ഒന്നുമില്ല. ഒരുപക്ഷെ ഇതുപോലുള്ളൊരു പോഡ്കാസ്റ്റ് ലോകത്തിലെ എല്ലാ മുന്തിയ വാഹനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും.